ഇന്ന് ലോകത്തോടൊരു മഹാനായ മനുഷ്യൻ വിട പറഞ്ഞു. നിങ്ങൾ ആ വർത്തമാനം കേട്ടിട്ടുണ്ടാകും. മലപ്പുറം ജില്ലയിലെ പറപ്പൂരെന്ന് പറയുന്ന പ്രദേശത്ത്, ആ കുഗ്രാമത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അവിടെ വലിയ ഒരു പ്രസ്ഥാനമുണ്ടാക്കി, സ്ഥാപനമുണ്ടാക്കി, വലിയ സമൂഹത്തിലേക്ക് ഉന്നതരായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന പ്രസ്ഥാനമുണ്ടാക്കിയ ഒട്ടനേകം ആളുകൾക്ക് ആലംബമായിരുന്ന, സാന്ത്വനമായിരുന്ന മഹാനായ ബാപ്പുട്ടി മുസ്ലിയാർ എന്ന മഹാനുഭാവൻ ഇന്ന് ലോകത്തോട് വിട പറയുകയുണ്ടായി. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, മലബാറിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ജനങ്ങൾക്ക്, അവർക്ക് മാത്രമല്ല മഹാനുഭാവനെ കുറിച്ച് കേട്ടറിഞ്ഞ ആളുകൾക്കൊക്കെ ഏറെ പരിചയമുള്ള, ഏറെ സാന്ത്വനം നൽകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. മനസ്സിന് എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഓടിച്ചെന്നിരുന്ന ഒരാളായിരുന്നു മഹാനായ ബാപ്പുട്ടി മുസ്ലിയാർ. നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അറിയണം. വിനീതനായ ഞാൻ എന്റെ 10ാമത്തെ വയസ്സിൽ ദാറുൽ ഹുദയിലെ പ്രവേശന പരീക്ഷ എഴുതാൻ വേണ്ടി പോകുമ്പോ, ഞാൻ പരീക്ഷ എഴുതുന്ന സമയത്ത് 500-ലേറെ ആളുകൾ പരീക്ഷ എഴുതും. ഈ കഴിഞ്ഞ കൊല്ലം ദാറുൽ ഹുദയിൽ പരീക്ഷ എഴുതിയത് 3000-ഓളം വരുന്ന കുട്ടികളാണ്. ജയിക്കാൻ വലിയ പ്രയാസമാണ്. പ്രവേശന പരീക്ഷയിൽ എന്റെ ജ്യേഷ്ഠ സഹോദരൻ ബാപ്പുട്ടി ഉസ്താദിന്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോയി. ഉസ്താദിന്റെ തലയിൽ കൈവച്ച് മന്ത്രിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ജയിക്കും, ജയിച്ചോളും എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, അതിന്റെ ഗുണഫലം, ആ വാക്ക് സഫലമായതെന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ യൗവന പ്രായത്തിൽ 986-ൽ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസമൊക്കെ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ വ്യാപകമാകുന്നതിന്റെ മുമ്പ് ആ മഹാനുഭാവൻ തന്റെ പിതാവിന്റെ പാതയിൽ പറപ്പൂരെന്ന ആ പ്രദേശത്ത് ഒരു സ്ഥാപനമുണ്ടാക്കി. സ്കൂൾ വിദ്യാഭ്യാസം നൽകി, മതവിദ്യാഭ്യാസം നൽകി. അവിടെ കുറച്ചു കുട്ടികളെ അദ്ദേഹം പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു വലിയ മഹാനായിരുന്നു, ഒരു വലിയായിരുന്നു. അദ്ദേഹവും വിദ്യാഭ്യാസത്തിനേറെ പ്രാധാന്യം നൽകിയ കുഞ്ഞീൻ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനായിരുന്നു. ബാപ്പുട്ടി മുസ്ലിയാർ പിൽക്കാലത്ത് സബീലുൽ ഹിദായ എന്ന ആ പ്രസ്ഥാനം, ദാറുൽ ഹുദായോടുള്ള മഹബത്ത് കാരണം ആ പ്രസ്ഥാനത്തിന്റെ ഒരു അംഗീകൃത സ്ഥാപനമാക്കി മാറ്റി. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എത്രയോ കൊല്ലങ്ങളായിട്ട് ആ മഹാനായ പണ്ഡിതൻ ആ സ്ഥാപനത്തിന്റെ സ്ഥാപകനായത് മുതൽ അതിന്റെ ഓരോ കാര്യങ്ങളും നിയന്ത്രിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആളുകൾ വരും. ഞങ്ങളുടെ നാടുകളിൽ നിന്നൊക്കെ ആളുകൾ പോകും. 993-ൽ അദ്ദേഹത്തിന്റെ അടുക്കൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞ ഒരു അനുഭവമാണ്. ഒരിക്കലുണ്ടത്രേ, രാത്രിയിൽ ഒരു കൂട്ടം ആളുകൾ വരുന്നു, ഞങ്ങളുടെ വീട്ടിലെ പശുവിനെ കാണാനില്ല. നിസ്സാരമായിട്ട് നമുക്ക് തോന്നും. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആ വീടിന്റെ പരിസരം പരിശോധിച്ചു നോക്കൂ, നാളെ ഈ സമയമാകുമ്പോഴേക്ക് ആ പശു തിരിച്ചു വരും. നമുക്ക് സിമ്പിളായിട്ട് തോന്നും. ആ വിദ്യാർത്ഥി പറയാണ്, പിറ്റേ ദിവസം രാത്രി അതേ ആളുകൾ ജീപ്പെടുത്ത് ഉസ്താദിന്റെ അടുക്കൽ വരുന്നത് കണ്ടു. ഉസ്താദെ, ഞങ്ങൾ സന്തോഷം പറയാൻ വന്നതാണ്, ഞങ്ങളുടെ ആ പശുവിനെ കിട്ടി. വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന് ചില മഹാന്മാരായ ആളുകളുണ്ട്. അവർ ഭൗതിക പ്രമത്തതയുള്ളവരല്ല, പക്ഷേ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അള്ളാഹുവിനെ മുൻനിർത്തിയിട്ടവർ വല്ലതും പറഞ്ഞാൽ അത് അള്ളാഹു അങ്ങ് എളുപ്പമാക്കി കൊടുക്കും. ഇന്ന് ആ സ്ഥാപനം 1 വർഷം നടക്കണമെങ്കിൽ 1 കോടി രൂപ വേണം. ഈ 1 കോടി രൂപ ഈ സമൂഹം ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ വന്ന് കൊടുക്കും. അദ്ദേഹത്തിനെങ്ങാനും ഒരു സമ്പന്നനാവണമെങ്കിൽ എന്തിനാണെന്നറിയോ? അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നൊരു വാക്ക് കിട്ടാൻ, ഒരാശ്വാസം കിട്ടാൻ. ആ വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. വലിയ വയറുവേദനയുമായിട്ട് വന്ന ഒരാളെ കുറിച്ച് അദ്ദേഹത്തിന്റെ അടുക്കൽ പഠിച്ചിരുന്ന, കോളേജിൽ പഠിച്ചിരുന്ന ഹുദവിയായ ഒരു സഹോദരൻ എന്നോട് ഇന്ന് പറഞ്ഞു, വയറുവേദനയായിട്ട് വന്ന് ഓപ്പറേഷന് വിധിച്ച് അതിനുവേണ്ടി എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ട് ഉസ്താദിന്റെ അടുക്കലേക്കൊന്ന് കൊണ്ടുപോയപ്പോ ഉസ്താദ് അവറുകൾ പറഞ്ഞു, ബാപ്പുട്ടി മുസ്ലിയാർ പറഞ്ഞു, കുറച്ച് വെള്ളം കൊടുത്ത് മന്ത്രിച്ചൂതിയിട്ട് വീട്ടിലുണ്ടായിരുന്ന ക്യാരറ്റ് ജ്യൂസ് ഒന്ന് മന്ത്രിച്ചിട്ട് കൊടുത്തിട്ട് അത് കുടിക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ വയറിന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. വയറുവേദനയായിട്ട് വന്ന ഒരാളോട് കുറച്ചപ്പുറത്തൊരു ചോലയുണ്ടായിരുന്നു.
ആ ചോലയിലേക്ക് നടന്നു പോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അയാളൊന്ന് നടന്നു വന്നു പോയപ്പോഴേക്ക് അയാളുടെ വയറുവേദന മാറി. ഇങ്ങനെ ആളുകൾക്ക് വലിയ വിശ്വാസമായിരുന്നു. വയറുവേദനയും രോഗവും അസ്വസ്ഥതയും പ്രയാസങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും ലൗ അഖ്സമ അലല്ലാഹ്, അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് പറഞ്ഞാൽ ല അബറ, അപ്പൊ ആളുകൾ ഹദിയ കൊടുക്കും. കാരണം എന്താ? ഒരഹങ്കാരമില്ല. ഞാനൊരു വലിയ വലിയാണെന്ന് പറഞ്ഞ് നടന്നില്ല. അതിന്റെ ഭാവഭാവങ്ങളൊന്നും കാണിച്ചില്ല. ഒരു മഹത്വവും സമൂഹത്തിന്റെ മുമ്പിൽ പ്രകടിപ്പിച്ചില്ല. ഉലമാഇനെ സ്നേഹിച്ചു, നല്ലവരെ സ്നേഹിച്ചു. വിദ്യാർത്ഥികൾ പറയുന്നു, ഉസ്താദ് വല്ലപ്പോഴും വല്ലതും പറയുകയാണെങ്കിൽ തഖ്വയെക്കുറിച്ചേ പറയൂ, ജീവിത വിശുദ്ധിയെക്കുറിച്ചേ പറയൂ, നന്മകളെക്കുറിച്ചേ പറയൂ. വല്ല ചരിത്രങ്ങളും പറയുകയാണെങ്കിൽ ഉലമാഇനെ കുറിച്ച്, സമസ്തയെക്കുറിച്ച്, പാണക്കാട് സാദാത്യങ്ങളെക്കുറിച്ച്. അങ്ങനെ ജീവിച്ചു പോയ ആ മനുഷ്യൻ ആ കിട്ടുന്ന പണമെങ്ങാനും സ്വന്തം ആവശ്യത്തിന് ചെലവഴിച്ചിരുന്നുവെങ്കിൽ ഒരു വലിയ കോടീശ്വരനായിട്ട് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാമായിരുന്നു. ഈ 1 കോടി രൂപയും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആളുകൾ കൊടുക്കുന്നത് ആ പ്രസ്ഥാനത്തിന് വേണ്ടി മഹാനുഭാവൻ മാറ്റിവെച്ചു. ഏറ്റവും വലിയ കറാമത്ത് ആ സ്ഥാപനം തന്നെയാണെന്ന് അവിടെ പഠിച്ചവർ പറയുന്നു. അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ശമ്പളപ്പെട്ടി എന്നറിയപ്പെടുന്ന ഒരു പെട്ടിയുണ്ട്. ഇന്ന് ആ സ്ഥാപനത്തിൽ ശമ്പളം കൊടുക്കണമെങ്കിൽ 3ന്റെയും 4ന്റെയും ലക്ഷത്തിനിടയിൽ പൈസ വേണം. മാസം 1-ാം തീയതി ബാപ്പുട്ടി ഉസ്താദിന്റെ അടുക്കലുള്ള ആ പെട്ടി തുറന്നാൽ എത്രയാണോ ശമ്പളം കൊടുക്കേണ്ടത്, ഒന്നുകിൽ ആ സംഖ്യ, അതല്ലെങ്കിൽ അതിലേക്ക് 500 1000 വെച്ചു കൊടുക്കേണ്ട അത്രയുമുള്ള ഒരു സംഖ്യ. 4 ലക്ഷം വേണ്ടതെങ്കിൽ ആ സംഖ്യ ആ പെട്ടിയിലുണ്ടാവും. എത്രേ? ശമ്പള പെട്ടി എന്നാണ് എത്രേ ആ പെട്ടി അറിയപ്പെടുന്നത്. വലിയ മഹാനാണ്. ഒരിക്കൽ 1 ലക്ഷം രൂപ ശമ്പളം കൊടുക്കാൻ കുറവ്. ബാപ്പുട്ടി ഉസ്താദ് ഇത് തുറന്നു നോക്കിയപ്പോ പറഞ്ഞു, വൈകുന്നേരം വരെ കാത്തിരിക്കാം. വൈകുന്നേരമായപ്പോഴുണ്ട് വല്ലപ്പുഴയിൽ നിന്നുള്ള ഒരു ധനാഢ്യൻ വന്നിട്ട് ഉസ്താദിന്റെ കയ്യിൽ 1 ലക്ഷം രൂപ കൊടുക്കുന്നു. ചോദിക്കണ്ട, പറയണ്ട. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. കഴിഞ്ഞ ദിവസം സ്ഥാപനത്തിന്റെ മീറ്റിംഗ് വിളിച്ചു. മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ വിശദമായ യോഗം നടന്നു. രക്ഷിതാക്കളുടെ യോഗം കഴിഞ്ഞ ദിവസം വിളിച്ചു. വീട്ടിലെല്ലാവരോടും വരാൻ പറഞ്ഞു. മക്കൾ രോഗം മൂർച്ഛിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ എന്ന് ചോദിച്ചു. വേണ്ട, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞു. അല്ലാഹുവിലേക്ക് ആ മനുഷ്യൻ യാത്രയായി. തന്റെ സമ്പാദ്യം മുഴുവൻ ഇല്ലബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ, ഉന്നതനായ അല്ലാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് 200-ലേറെ വരുന്ന ഹുദവികളെ വാർത്തെടുത്ത, 300-ലേറെ വരുന്ന പണ്ഡിതന്മാർ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രസ്ഥാനത്തിന് സർവവും നൽകിയ നമ്മുടെ കൂട്ടത്തിലെ പണ്ഡിതനായ ആ മനുഷ്യന്റെ ഖബർ അല്ലാഹുവേ നീ വിശാലമാക്കണേ തമ്പുരാനെ. ആമീൻ പറയൂ, നീ വിശാലമാക്കണേ അല്ലാ. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.